ഒരു പാക്കറ്റ് ഫ്രോസൺ ചക്ക കിട്ടി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാനിലേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് ആദ്യം നമുക്ക് അടച്ചൊന്ന് വേവിക്കാം. അല്പം മുളക് പൊടി, ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ ചക്ക അടുപ്പിൽ വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങ വേണം, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അല്പം ജീരകം, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു ചെറിയ സ്പൂൺ ജീരകം, സ്വല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്ക വെന്തോന്ന് നമുക്ക് നോക്കാം. ചക്ക ഒരുവിധം വേഗമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരുവിധം 2 പച്ചമുളക് ഇട്ടുകൊണ്ട് ഇച്ചിരി എരിവൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ചക്കയുടെ കൂടെ നമുക്കൊരു ചമ്മന്തി വേണം. ചമ്മന്തിക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി ഇട്ടു. അപ്പോൾ അതിലേക്ക് അല്പം മുളക് പൊടി, പിന്നെ ഉപ്പ്, കറിവേപ്പില ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടി, ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇടണം. നമ്മുടെ ചക്ക നല്ല കുഴഞ്ഞ് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ചൂടുള്ള ചക്കയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുക്കറിൽ ശകലം കഞ്ഞിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി, ചക്ക, ചമ്മന്തി, അതിൻ്റെ കൂടെ ഇഞ്ചിക്കറിയുണ്ട്. അത് കൂട്ടി കഞ്ഞി കുടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞിയും ചക്കയും റെഡി ആയിട്ടുണ്ട്, വിത്ത് ചമ്മന്തി ആൻഡ് ഇഞ്ചിക്കറി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്